ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിരിക്കുകയാണോ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പരിപ്പ് കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് കറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു ഒഴിച്ചുകറി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്രേവിയോട് കൂടി ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു കറിയുടെ കൺസിസ്റ്റൻസി. നമ്മുടെ ചോറിലേക്കുള്ള ഒരു ഒഴിച്ചുകറി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കറിയായിട്ടും പുട്ടിൻ്റെ കറിയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എളുപ്പത്തിലുള്ള പരിപ്പ് കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവോള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം വലിയ സവോള, എല്ലാവരും മീഡിയം വലിപ്പമുള്ള സവോള. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പൊന്ന് കഴുകിയെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് ഒരു വിസിൽ വരുമ്പോൾ കുക്ക് ആവുന്നതാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഈ പരിപ്പ് 2 വിസിൽ വരുമ്പോൾ കുക്കായി വരുന്നതാണ്. അപ്പോൾ ഞാനത് കഴുകിയിട്ട് 2 വിസിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ സോക്ക് ചെയ്ത് വയ്ക്കുന്ന തോരപ്പരിപ്പാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ കുക്കാവും കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള പരിപ്പിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. ഞാനപ്പോൾ ഇത് കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് ഒറ്റ വിസിൽ വരുന്നതാണെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ് അരഞ്ഞു പോയ പോലെ അല്ലാതെ വെന്തുടഞ്ഞു പോയ രീതിയിൽ പരിപ്പ് വേണ്ട. നമുക്കൊന്ന് പരിപ്പ് ചെറുതായിട്ട് കുഴഞ്ഞ രീതിയിൽ മതി, ഒരുപാട് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇനി പരിപ്പ് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, തക്കാളി ഒരുപാട് ഉടഞ്ഞു പോവാതെ കഷ്ണങ്ങൾ, പരിപ്പ് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, സവോളയും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. പരിപ്പ് കുഴഞ്ഞു പോയിട്ടില്ല, കണ്ടോ, കുഴഞ്ഞു പോവാതെ കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ പാകത്തിൽ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ചപ്പാത്തിയുടെയോ പുട്ടിൻ്റെയോ പാകത്തിൽ കഴിക്കാനാണെങ്കിൽ കുറച്ചധികം ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, എരിവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എരിവ് വന്നോളും. അതുപോലെ തന്നെ മുളക് പൊടി ഇനി ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഞാൻ പറയാം. അപ്പോൾ ആ രീതിയിൽ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പരിപ്പ് കറിക്ക് കാണാൻ ഭംഗി ഉണ്ടാവും. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാൻ പോവാണ്. ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 1.5 കപ്പാണ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ കണ്ടോ
അത്യാവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് ചോറിന് ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വറവ് ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടുള്ള രീതി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് പരിപ്പ് കറി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് കറിയാണ്. ആ തക്കാളിയുടെ ചെറിയ പുളിയും അതുപോലെ തന്നെ സവോളയുടെ ടേസ്റ്റും. സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു 15 ഉള്ളിയെങ്കിലും ചേർക്കണം. അപ്പോൾ ഉള്ളി ചേർക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്തത്. സവോള ആകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും, ഉള്ളി ആകുമ്പോൾ ആ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി ചേർത്തിട്ടുള്ള കറിക്കാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് നമ്മൾ സവോള ചേർക്കുന്നത്. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ തൂരപ്പരിപ്പിന് പകരമായിട്ട് നമുക്ക് പീസ് പരിപ്പ് വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ തൂരപ്പരിപ്പ് ആകുമ്പോൾ വേഗം കുക്കായി കിട്ടും. പീസ് പരിപ്പ് ആകുമ്പോൾ കുക്കാവാനായിട്ട് ഒരു 4 വിസിലെങ്കിലും വേണ്ടി വരും. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. പിന്നെ ടേസ്റ്റിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തൂരപ്പരിപ്പാണ് എല്ലാവർക്കും എളുപ്പത്തിൽ അവൈലബിൾ ആകുന്നതും കുക്ക് ചെയ്യാൻ എളുപ്പവും. അതുകൊണ്ടാണ് ഞാൻ തൂരപ്പരിപ്പ് തന്നെ എടുത്തത്. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് കറി മാറ്റി വെച്ചിട്ട് വറവിടാനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. നമ്മുടെ കറിക്കൊരു കളർ കിട്ടാനും പിന്നെ എരിവ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിപ്പോൾ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കറിയിലേക്ക് ചേർത്താണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി നല്ല ഭംഗി ആവുകയും ചെയ്യും. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എരിവ് കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി തന്നെ ചേർക്കുക കേട്ടോ. പച്ചമുളക് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് വറവിടുക. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിക്കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ചൂട് മാറുന്നതനുസരിച്ച് കറി തിക്കായി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട്. ആദ്യമേ ഗ്രേവി റെഡിയാക്കി എടുക്കുമ്പോൾ തിക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കട്ടിയായിട്ടിരിക്കും, നമ്മൾ പരിപ്പ് ഉലർത്തിയത് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്രേവിയോടുകൂടി എടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി പരിപ്പ് കറി എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി കാണാൻ പറ്റും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീട്ടമ്മമാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഡിന്നറിനാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ടല്ലോ, അധികം സമയവും വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.